കണ്ടോ ഞാൻ ഇറങ്ങണേ. നമ്മൾ ഈ പ്രദേശത്തെ ആദ്യത്തെ ഗൾഫുകാരനാ. അറിവും വിവരമില്ല മനുഷ്യനാണ്. ആഹാ ഉണ്ണിയേ ഉണ്ടല്ല. എന്താ ഉണ്ണിയേ? എന്താ 3-4 ദിവസമായി നിങ്ങളെ കാണാൻ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു. ഇരിക്കുന്നില്ല. പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ചേട്ടാ. അല്ല ഇരിക്കാൻ വേണ്ട ചേട്ടാ. എങ്ങനെ ഗൾഫ് പോക്കെല്ലാം മതിയാക്കി നാട്ടിൽ തന്നെ കൂടിയാ? ഗൾഫൊക്കെ മതിയാക്കി ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ കുറച്ച് സ്ഥലമൊക്കെ എന്തായാലും നോക്കണം. ഇവിടെ ഒരു വീട് വെക്കണം. ഇതിപ്പോ വാടകയാണല്ലോ. ഞാനേ ഇവരിപ്പോ +2 നല്ല മാർക്കോടെ പാസ്സായല്ലോ. ഗൾഫിലേക്കൊന്നും വിടണ്ട. ഗൾഫ് വേണ്ട വേണ്ട. ഉപരിപഠനം എന്താണ് വേണ്ടതിലൊരു ചിന്തയില് സത്യേട്ടനോട് ചോദിക്കാൻ വന്നാണ്. സത്യേട്ടന് മോനെ എഞ്ചിനീയറിംഗ് ഇപ്പം 4 വർഷമായിട്ടല്ല. അതെ 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 അതെ. അതെങ്ങനെയാണ് ബെസ്റ്റാ? ഓ എഞ്ചിനീയറിംഗ് ബെസ്റ്റാ. എടുത്തോട്ടെ, അതാ നല്ലേ. അല്ല അതില് ഈ എഞ്ചിനീയറിംഗ് ഏതാണ് എടുത്തത് എന്നുണ്ട ഒരു സംഭവം ഉണ്ടാവും. അവനോ? അവൻ മെക്ക 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 എന്താ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അത് നല്ലതാ നല്ലതാ. അത് എടുത്തോട്ടെ. അല്ല അല്ല സത്യേട്ടാ, ഐ ടി ഇല്ലേ? അല്ല ചേട്ടാ, ഈ IT ഉണ്ടല്ലോ, അതെങ്ങനെയായിരിക്കും? അത് മതി, വേറെ ഒന്നും നോക്കണ്ട. അത് ഫിക്സ് ചെയ്തോ. അത് ഫിക്സ് ചെയ്യാം. അല്ല ചേട്ടാ, കാലം മാറുമ്പോ ഈ എയും കുന്തും എല്ലാം അങ്ങോട്ട് പോവല്ലോ. അത് പോവും. അപ്പൊ ഇവന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്താ പോലെ മറൈൻ എഞ്ചിനീയറിംഗ്. മറൈൻ എഞ്ചിനീയറിംഗ് എങ്ങനെയാണ്? അത് മതി, ഇനി വേറെ ഒന്നും നോക്കണ്ട. അതെടുത്തോ. അല്ല എവിടെ പോയാലും ജോലിയാ. സത്യേട്ടൻ ആദ്യം പറഞ്ഞു സത്യേട്ടന്റെ മോനെടുത്ത് എഞ്ചിനീയറിംഗ് ബെസ്റ്റ്. രണ്ടാമത് പറഞ്ഞു IT AI ആണ് ഏറ്റവും ബെസ്റ്റ്. അതെ. സത്യേട്ടൻ ഇപ്പം പറയുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതെ. എന്റെ ചെക്കന് ഈ 3 ഒരേ വർഷം ചേരാൻ പറ്റില്ലല്ലോ. പറ്റില്ല. പറ്റൂല. ഏതാണ് ബെസ്റ്റ്? ഉണ്ണിയെ, ഒരു കാര്യം ചെയ്യാം. ഏതെങ്കിലും ഒരു നല്ല എക്സ്പെർട്ടിനെ കണ്ടിട്ട് അയാളുടെ അഭിപ്രായം എന്താന്നുള്ളത് കൂടി ഒന്ന് ചോദിക്കാം. എന്താ അഭിപ്രായം? നിങ്ങളെ വീട്ടത്തിന്റെ മുറ്റത്തുനിന്ന് എത്രയും പേര് പോകുന്നതാണ് എന്റെ അഭിപ്രായം. പിന്നെ എന്തിനങ്ങോട്ട് വന്നതാടോ? മൂപ്പരോട് അഭിപ്രായം ചോദിക്കാൻ നമ്മളോട് ഇങ്ങോട്ട് അഭിപ്രായം ചോദിക്കുന്നു ഒരു നിലപാടില്ലാത്ത മനുഷ്യൻ. ചോദിക്കാൻ വന്നാൽ നമ്മൾ വേണം ചവിട്ടാൻ. എടോ നിക്കടോ. നേരതുള്ളിലുണ്ടേ നേരെ നേരെ നേടാൻ 100 കാര്യമുണ്ടേ. പാടാണേ ഉള്ളിലുള്ളതെന്തും മുന്നിലുള്ള ഒരാളോടുള്ള പോലെ ഒന്ന് പറയാൻ. എന്താ എന്തേ? ഇല്ല, ഞാൻ ഈ സ്ഥലേ ഇത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. വാങ്ങിക്കണേ. അത് ശരി. നമ്മളിവിടെ വീട് വെക്കാനുള്ള ഒരു പരിപാടിയില്ല. ആണോ? എവിടെ? ഞാൻ 3-4 വീട് അപ്പുറത്താണ്. അത് ശരി. വാങ്ങിച്ചാ അഡ്വാൻസ് കൊടുത്താ? ഇല്ല, അഡ്വാൻസ് കൊടുത്തിട്ടേ ഉള്ളൂ. രജിസ്ട്രേഷൻ ആയില്ല അല്ലേ? ഇല്ല, ആവണേലോ. ഞാൻ കുറച്ചു കാലം ഗൾഫിലായി. പിന്നെ ഇനിയിപ്പോ അങ്ങോട്ട് പോണില്ല. ഇനിയിപ്പോ നാട്ടില് ഇവിടെ സ്ഥിരമാകാൻ പോവാ. ഇത് ഈ അയൽപക്കക്കാരൊന്നും കുഴപ്പമില്ലല്ലോ? ഈ അടുത്ത് പരിസരത്ത് അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ. അത് ശരി. അത് ഉടനെ ഉണ്ടാ വീട്? ഉടനെ നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അത് ശരി. പരിസരത്തിനെ കുറിച്ച് ചോദിച്ചല്ലോ. ഇപ്പൊ സത്യം പറയണല്ലോ സാറിനോട്. സാറേ, ഞാൻ ഉൾപ്പെടെ മുഴുവൻ നാറികളാണ് ഈ പരിസരത്ത് താമസിക്കുന്നത്. ഒരു മനുഷ്യൻ ഒന്ന് നന്നായി കാണുന്ന ഒരുത്തനും ഇഷ്ടമല്ല. നമ്മളൊന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവന്മാരുടെ മുഖം കണ്ടവർക്കും നമ്മളെടുത്ത ലോണൊക്കെ അവൻ പണിയെടുത്ത കാശിനെ അടക്കണേന്ന് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ മുഖം മാറ്റി കളയുന്നു സ്കൂളേക്കാ ആൾക്കാര്. നല്ല ആളുകൾക്ക് പറ്റിയല്ല സാറേ. അത് ശരി. പിന്നെ ഇപ്പൊ താമസിക്കുന്ന വീട്ടില് എങ്ങനെയാണ്? കിണർ? ഞാൻ വാടകയ്ക്കാണേ. കിണറുണ്ടോ അവിടെ? കിണറുണ്ട്.
ആ അപ്പൊ സാറ് ഇവിടെ താമസിക്കുമ്പോ ആ കിണറും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ല, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. നല്ല വെള്ളം ഉപ്പാണേ. ഉപ്പുവെള്ളം ഉപ്പുവെള്ളമാണ്, പാറയുമാണ്. ആണോ? ഇപ്പൊ ആ ഡോക്ടർ പുള്ളി ഇവിടെ തറക്കല്ലിട്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞതാണ്, ആ സാറേ അതിന് നിക്കല്ലേ, ഇത് വെറുതെ കച്ചറ ഡീസന്റ് മുക്കുന്നാണ് ഇതിന്റെ പേര്. ആ എല്ലാ ഊളകളാ താമസിക്കണം, അത് ശരി. അത് വെക്കല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ പുള്ളി അത് അടച്ചിട്ടുണ്ട് പോയി, വെള്ളം കിട്ടണില്ല. ഉപ്പുവെള്ളത്തിലൊക്കെ കുളിച്ചാൽ മുടി ചകിരി പോലെ ആവൂലേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ അത് ഒന്നുകൂടി ആലോചിക്കണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു ഇത്. സാറിപ്പൊ ഇവിടെ ഈ കാശ് മുടക്കുന്ന നേരത്ത് ആ പൈസ കൊണ്ടുപോയി വല്ല കായലിൽ കെട്ടിത്താത്തിയാ ഇന്നേ സമാധാനം ഉണ്ടാവും. ഇത് മേടിച്ചാ പിന്നെ സാറിന് കിടന്നുറങ്ങാൻ പറ്റില്ല. ഒരു വീട് വെക്കാനാണെങ്കിൽ ഒന്ന് മാറ്റി ആലോചിക്കണതാണ് നല്ലത്. അഡ്വാൻസും കൊടുത്തു പോയി. അഡ്വാൻസ് ഇപ്പൊ തിരിച്ചു തരുമല്ല ചോദിച്ചാ. ഇത് ഒരുപാട് കാലമായി വിൽക്കാനിട്ടിട്ട്. അതല്ലേ? പിന്നെ ഒരാളും എടുക്കാതെ ഇങ്ങനെ കിടക്കുകയല്ലേ. അമ്മേ, ഇങ്ങോട്ട് വായോ, ഇത് വാ. എന്തേ ഇത് വാ അമ്മേ. എവിടെ? ഇവിടെ ഉണ്ട്. അമ്മേ, നമുക്കേ ഒരു ടൂർ പോയാലോ? ടൂർ പോവാനോ? അതെ. എവിടെ? ഊട്ടിയിലേക്ക്. ഊട്ടി പോവാനോ? പിന്നെ ഊട്ടിന്ന് അങ്ങനെ നാടുവാണി വഴി പോയിട്ട് അങ്ങനെ വരാലോ. എടാ, നിനക്ക് വഴിയൊക്കെ അറിയാമോ? എനിക്കെന്താ അറിയാം, നമ്മുടെ അച്ഛനല്ലേ കൂടെ. ആ, അച്ഛനോട് പറഞ്ഞാ നടക്കില്ല മോനെ. മണ്ടു ആ എവിടെ? ദേ ഇവിടെ ഉണ്ട് ചേട്ടാ. ബാബാ ഇരിക്കേ. അതെ, ദേ ഇവനിപ്പൊ പറയണേ ഊട്ടിയില് ടൂർ പോണെന്ന്. അതെ മാമ, എന്താ മാമിന്റെ അഭിപ്രായം? നമുക്ക് പോയാലോ? ഞാൻ ഇപ്പൊ ആലോചിച്ചാലോ മാമിനെയും കൂട്ടിട്ട് പോവാന്ന്. നിന്നെ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിലെ ബോർഡിങ്ങിലോട്ട് മാറ്റുന്നതിനെ കുറിച്ച് നിന്റെ അമ്മ ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞു. അതിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? അതെ, അളിയനെവിടെ? ആ അളിയനൊന്ന് വിളിക്കോ. എന്തായിട്ടാ? ഒന്നും പറയണ്ട. ഇയർക്ക് എന്തിന്റെ സൂക്കേടാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തു പറ്റി? എടേ, ആ സുമേഷിന്റെ സ്ഥലം നമ്മള് അഡ്വാൻസ് കൊടുത്തില്ലേ? ആ, ഇതിപ്പോ അഡ്വാൻസ് തിരിച്ചു വേണമെന്ന് ചോദിച്ചേക്കാ. തിരിച്ചു വേണമെന്നോ? ആന്നെ. എന്നോടൊന്നും പറഞ്ഞില്ല. ഇത് ആരോട് പറയുന്നത്? ആരോട് ചോദിച്ചിട്ടാണ്? അതെ, എനിക്കറിയില്ല ഇത് എന്താണ് ഈ അളിയന്റെ ഉദ്ദേശം എന്നുള്ളത്. ഇത് ചേട്ടൻ വന്നേ. ആ അളിയാ, എന്താ അളിയാ, ആ സത്യത്തിൽ എന്താണ് അളിയന്റെ ഉദ്ദേശം? എന്തേ? നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് സുമേഷിന്റെ അവിടെ സ്ഥലം പോയി നോക്കി, ആ ഇത്രയും നല്ലൊരു സ്ഥലം അവിടെ പോയി നോക്കി നമ്മൾ അഡ്വാൻസും കൊടുത്ത് അടുത്ത ആഴ്ച നമ്മളത് പ്രമാണം ചെയ്യാന്നും പറഞ്ഞിട്ട് വന്നതല്ലേ? അതിന്റെ മുന്നാധാരം പിന്നാധാരം തണ്ണീർത്തടം അല്ല എല്ലാം ഉറപ്പ് വരുത്തിയിട്ടല്ലേ നമ്മളത് ചെയ്തത്. പിന്നെ എന്തിനാണ് അഡ്വാൻസ് പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞു? ആ സ്ഥലം അത്ര നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. എന്ത് നിങ്ങൾ ഈ പറയണേ? എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഈ കാര്യം. അത് ഞാൻ അതവിടെ അന്വേഷിച്ചപ്പോ അങ്ങനെ പൊതുവെയുള്ള അഭിപ്രായം അതാണ്. പിന്നെ ആ വീട്ടുകാരുണ്ടല്ലോ, അവര് അടുത്തുള്ള അയൽവക്കായിട്ട് വരുന്ന ആളുകളൊക്കെ അവരൊന്നും നല്ല രീതിയിലുള്ള ആളുകളല്ല, മോശമെന്നാണ് പൊതുവെ. അവിടെ പൊന്നും വിലയാണ് അവിടെ സ്ഥലത്തിന് വില. അതിൽ തന്നെയാണ് നമ്മൾ പോയി സുമേഷിനെ കാല് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ വസ്തു അയാൾ തരാന്ന് പറഞ്ഞത്. ഇപ്പൊ ആൾക്കാർ അവിടെ സ്ഥലം കിട്ടാൻ ഓടിക്കൊണ്ട് നടക്കുകയാണ്. എന്നാ പിന്നെ അവരോട് വന്നിട്ട് ഈ സ്ഥലം വാങ്ങിക്കോളാം പറ. ഒക്കട മൂട് ഞാൻ നിങ്ങളിപ്പോ അവിടെ പോയിട്ട് ആരോടെങ്കിലും അന്വേഷിച്ചു അതൊന്നും അറിയട്ടെ. ആരും അളിയനോട് പറഞ്ഞു എന്നോട് പറഞ്ഞത് അവിടുത്തെ ആ ഒരു പ്രദേശത്തുള്ള ഒരു കക്ഷിയാണ് ആ പ്രദേശം ആള് പ്യാരി. ബെസ്റ്റ് അത് പറ. അവനുണ്ടല്ലോ ഈ പ്യാരി എന്ന് പറയണവൻ അവിടെ സ്ഥലം വാങ്ങാൻ വരുന്നവരെ എല്ലാരും മുടക്കിക്കൊണ്ടിരിക്കുക. കാരണം അവൻ ആ സ്ഥലത്തിൽ നോട്ടമുണ്ട്. അവനുണ്ടല്ലോ അവിടെ ഉള്ളതില് ഏറ്റവും പേട്ട് ഈ പ്യാരി എന്ന് പറഞ്ഞ ബാക്കിയെല്ലാം നല്ല ആൾക്കാർ. അല്ല, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം തോന്നിയില്ല കേട്ടോ. കാരണം മൊത്തത്തിൽ മൂപ്പരുടെ ഒരു പെരുമാറ്റം എന്തൊക്കെ കണ്ടപ്പോ നല്ലതാന്ന് എനിക്ക് തോന്നിയത്. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ അളിയന്റെ ഉദ്ദേശം? അവിടെ വീട് വെക്കാനുള്ള ഐഡിയ ഉണ്ടോ ഇല്ലയോ? അല്ല, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ നമ്മൾ ഒന്നും കൂടി ആലോചിക്കേണ്ടതാണ്. ഇനി ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ പ്യാരി എന്ന് പറയുന്ന കക്ഷി മോശക്കാരനാണ്, അയാളുടെ സ്വഭാവം ശരിയല്ല എന്നാണെങ്കിൽ നമുക്ക് ആ പ്രദേശത്തിന് ഉള്ള ഏതെങ്കിലും ആളുകളോടൊന്ന് അഭിപ്രായം ആരായാം. ഇയാൾ എങ്ങനെ ഉണ്ട്, എന്താണ് ഇയാളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് ചോദിക്കാം. എന്താണ് എന്റെ അഭിപ്രായം? അതെ, ഈ അഭിപ്രായം ഇത് പറഞ്ഞിട്ട് പോ. പ്രായമല്ല ഒലക്കട മൂട്. അപ്പൊ എന്താ ഒരു കാര്യം ചോദിക്കുമ്പോ അതിലൊരു അഭിപ്രായം ഇല്ലേ? നിങ്ങളോട് അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി ചേട്ടനെ. ആദ്യേട്ടനെ മനസ്സിലാവും. എന്തെങ്കിലും പറഞ്ഞ കൂടി പോവും. എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ പറയണത്. ആളുകളുടെ അഭിപ്രായം ചോദിച്ചു, നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ നമുക്ക് അത് എടുത്തൂടെ? എന്താ അഭിപ്രായം ചോദിക്കണ കൊണ്ട് കുഴപ്പം? നിങ്ങൾ അഭിപ്രായം ചോദിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? നീ ഒന്ന് പറഞ്ഞിട്ട് പോ. എന്തിനെ പറ്റി നിനക്ക് കേൾക്കണ്ടതെന്ന് പറഞ്ഞേ.
ഒന്നുമില്ല എന്റെ പൊന്നോ, വെറുതെ കത്തിയും കൊണ്ട്. ആ എന്താ നിന്റെ അഭിപ്രായം? എനിക്ക് എന്താ അഭിപ്രായം? അച്ഛന്റെ അഭിപ്രായം തന്നെ എന്റെ അഭിപ്രായം. ആ ചെക്കന്റെ ബുദ്ധി പോലും ഇല്ല മറ്റുള്ളവർക്ക്. പിന്നെന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പോ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. എന്താ ഇവിടെ കിടന്ന് തിരിഞ്ഞളിക്കണേ? മനുഷ്യന്മാർക്ക് നടക്കാനുള്ള സ്ഥലമല്ലേ ഇത്? നായപ്പറമ്പ് സാറേ നോക്കണേ. ഇത് നല്ല സ്ഥലമാണല്ലോ. അതല്ലേ കണ്ണായ ആണ്. ചതുപ്പൊരിത്തിരി ഭാഗത്തുള്ള ബാക്കി പാറ തന്നെയാ. ഞാൻ ഇവിടെ 2-3 പണിയെടുത്തില്ലേ, അത് അപ്പുറത്തെ പണിയൊക്കെ ഞാൻ എടുത്താ. അതല്ലേ? കടന്ന് നോക്കി നോക്കി. ഇതിപ്പോ ഇതിന്റെ ഈസ്റ്റ് എവിടെ വരിക? ഇവിടെ ഇങ്ങോട്ട് പോ, ഹൈവേ തൊട്ടടുത്താ. വീട് വെച്ചാണ്ടല്ലോ, അപ്പൊ ആ വീട് അതേപോലെ ഇവിടുന്ന് അങ്ങോട്ട് പേച്ചാക്കി കൊടുത്താല് ഇവിടെ വീട്. എന്താ പരിപാടി? എന്താ പരിപാടി? ഞങ്ങള് കുറ്റിയടിക്കാൻ വേണ്ടി വന്നാണേ. അല്ല അപ്പൊ ഓണറാ? മൂപ്പര് വരും, ഇപ്പൊ വരും. മൂപ്പര് വിളിച്ചിട്ട് കിട്ടില്ല. ഇല്ല, പുള്ളി വരില്ലേ? പുള്ളി വരില്ലാന്ന്. അത് ഞാൻ പുള്ളിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിണ്ട്, അതായത് മനസ്സിലായിട്ടുണ്ട്. എന്ത് കാര്യം? ഇതെന്താ ക്രിക്കറ്റ് കളിക്കാൻ പോണ്? അല്ലത് കുറ്റിയടിക്കല്ല. എന്താ കാര്യം? മൂപ്പര് എന്താ പറഞ്ഞേ? നിങ്ങളാരാ? ഞാൻ കോൺട്രാക്ടറാണ്, ഇത് എഞ്ചിനീയർ. അപ്പൊ അറിഞ്ഞൂടെ കാര്യങ്ങള്? എന്താ കാര്യം? എന്താണ് എന്റെ പൊന്നു സാർ, ഇവിടെ വീട് വെക്കാൻ നല്ല സ്ഥലമല്ലേ ഇത്? എന്താ കാര്യം? അത് ഈ പണ്ട് കാലത്ത് ഈ പരിസരത്ത് മുഴുവൻ ഈ വസൂരി പടർന്ന് പിടിച്ചേ. അപ്പൊ ഒരു ദിവസം 100-150 പേര് മരിക്കും. അപ്പൊ ഈ ഇത് പടരണ കൊണ്ട് ആ വീടിന്റെ വാതിക്കിട്ട് കത്തിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാ ബോഡിയും കൂടി കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്തിട്ട് ഇവിടെ ഇട്ടാണ് ഇത് കത്തിച്ചേച്ചത്. ഇത് ശവപ്പറമ്പാർന്ന് പണ്ടത്തെ. അതെ, എല്ലാ സ്ഥലത്തും ഉണ്ടാവും അന്നെപ്പോലത്തെ ഒരു മുടക്കികള്, സ്ഥലം എടുക്കാൻ മുടക്കില്. ഈ നാട്ടിലെ സ്ഥലം മുടക്കിയ അല്ല, കാര്യം മനസ്സിലായി. ഉള്ള കാര്യം പറയുന്ന ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഞങ്ങൾ ഈ ഷോപ്പറമ്പിൽ മൂപ്പർക്ക് വേണ്ടി വീട് വെക്കും, സത്യേട്ടന് വേണ്ടിട്ട് കേട്ടോ. അനുഭവിച്ചോ? അത്രേ ഉള്ളൂ. ഇവിടെ താമസിക്കുന്നത് അന്റെ പണിയെടുത്ത് പോയിക്കോ മോനെ. ടേപ്പ് അവിടെ നിന്ന് പിടിച്ചു കേട്ടോ. അവിടെ പിടിക്കും, ആ മൂലന്ന് പിടിച്ചോ. അപ്പൊ സാറേ കിഴക്ക് അവിടെയാണേ? കിഴക്ക് അവിടെയാണ്. കിഴക്ക് അവിടെയാണ്. തെക്കോട്ട് എടുക്കാൻ ഒറ്റ മിനിറ്റ്. അനക്ക് ഈ സ്ഥലത്തിൽ വല്ല കണ്ണുണ്ടോ? ഈ സ്ഥലത്തിൽ വല്ല കണ്ണുണ്ടോന്ന് ഇങ്ങോട്ട് നോക്ക്. വില കൊണ്ടൊത്തില്ലല്ലോ. വില കൊണ്ട് മൂപ്പർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്റെ പണി നോക്ക്. ചെല്ലുന്നല്ല. ശരി, എങ്ങാടാണ് ദർശനം? ഇങ്ങോട്ട് തന്നെയാ, ഫേസ് ഇങ്ങോട്ട് തന്നെയാ. ഫേസ് ഇങ്ങോട്ടാ വരാം. അവിടെ ഈ കുറ്റി അവിടെ വെച്ചോ. സാറേ എവിടെ ആദ്യം അടിക്കേണ്ട എവിടെ ഒന്ന് പറഞ്ഞു പിടിക്കും. ആ മൂലന്ന് പിടിക്കും. ഞാൻ മൂപ്പരെ ഒന്നുകൂടി വിളിക്കട്ടെ. ഒന്നുകൂടി വിളിച്ചു. ശേ, ആള് ഫോൺ എടുക്കില്ലേ സാറേ? എന്താ കാണിക്കണേ? അല്ല, ഞാനത് ഇത് നോക്കിയത്. പിന്നെ വെറ്റ് എവിടെയാണ്, ട്രൈ എവിടെയാണെന്നുള്ളത്. ഫൗണ്ടേഷൻ ഒന്ന് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും. ഇതൊക്കെ ഇവനൊക്കെ ഇടങ്ങേറ് സാധനമാണ്. എല്ലാ നാട്ടിലും ഉണ്ടോ? ഇരിക്കുന്നില്ല. ഇങ്ങാട് നീങ്ങി വരട്ടെ. അപ്പൊ ബാക്കി എന്റെ പണിയെടുത്തോ. ഞങ്ങള് പണിയെടുക്കുന്നുണ്ട്. ഒരു പണിക്കും പോകരുത് കേട്ടോ. ആ വസൂരി വന്ന ചത്ത കൂട്ടത്തിൽ ചാവണ്ടേനുമായി. അതിൽ ചത്തവും ഇല്ല. നീ ശല്യം ഉണ്ടായിരുന്നില്ല. അന്നോട് ഇപ്പൊ കുറ്റി അടിക്കാൻ പറഞ്ഞു അവിടെ. എടത്തിന്റെ ആള് വരട്ടെ, ഗ്രഹനാഥം വരണ്ടേ, എന്നിട്ടല്ലേ അടിക്കല്. അവിടെ വെക്ക്. അല്ല, ഇതിനൊരു മുഹൂർത്തം സമയം കാലമൊന്നും ഇല്ലേ? 10 മണി പറഞ്ഞാണ് സാറേ. 10:30 മുമ്പ് ഫാമിലി ആയിട്ട് എത്താന്ന് പറഞ്ഞ. 10:30 കഴിഞ്ഞില്ലേ? ഒന്നുകൂടി വിളിച്ചു നോക്കും. തേങ്ങ ഉണ്ടല്ലോ. മൂപ്പര് പറഞ്ഞ മാതിരി എന്തെങ്കിലും അബദ്ധം ഉണ്ടാവും. അത് ഉണങ്ങിയ തേങ്ങ വീഴുന്നത് സാധാരണ അല്ലേ? ആണ്. നിങ്ങൾ നോക്കി, ഞാൻ ഒന്നുകൂടി വിളിച്ചോട്ടെ. മുന്നോട്ട് പോകും നേരം തന്നെ പിന്നോട്ട് വലിയുന്നെന്തേ, ഒന്നൊന്ന് തീരുമ്പോഴേ തന്നെ വേറൊന്നു കേറും വയ്യേ, ചുമ്മാതെ പോകും പൊല്ലാപ്പെല്ലാം പിന്നാലെ കൂടും എന്തേ, നന്നായി പോകും വണ്ടിക്കയ്യ വല്ലാത്ത കാലം തന്നെ. അളിയൊന്ന് ഇങ്ങോട്ട് നോക്കിയ എന്റെ മുഖത്തോട്ടോ കളിയാ. എന്താണ് അളിയാ? എന്താ ഇത് പിള്ളകളിയാണ്? നാഴികയ്ക്ക് 40 തൊട്ട് അഭിപ്രായം മാറ്റി തോന്നിയ ദിവസം കാണിക്കാന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്. ഇത് 1-2 ആൾക്കാർ അഭിപ്രായം കൂടെ കൂടുതൽ ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇപ്പൊ പ്രശ്നം? ഇപ്പൊ അഭിപ്രായം ചോദിച്ചു വീട് വെക്കാൻ പോണില്ല. അതന്നെ എന്റെ പണ്ട് വീട് വെക്കണില്ല നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. വീട് വെക്കുന്നുണ്ട്, അത് നന്നായിട്ട് വെക്കണം. അതിന് വേണ്ടിട്ടല്ലേ. അതിങ്ങനെ ചോദിച്ചു നടക്കൂലെന്നേ. ഇത്രക്ക് ആലോചിക്കാൻ എന്തെന്നാ? ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെ ചെയ്യണം. അതന്നെ. നിന്നോടെ പണ്ട് ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. അനുഭവിച്ചോ നീ? അതൊക്കെ ഇവിടെ പറയേണ്ടതായിരുന്നു ഇപ്പൊ. അയാള് വിളിച്ചേർന്ന് 2 പ്രാവശ്യം ഞാൻ എടുത്തില്ല. അന്തസ്സുണ്ട്. നോക്കണ്ട. അയ്യോ,
അല്ല സത്യേട്ടാ, എത്ര പ്രാവശ്യം ഞങ്ങളെ വിളിക്കണേ, നിങ്ങൾ എവിടെയാ ഫോൺ എടുക്കാത്ത നിങ്ങള്? ആ ഞാൻ ഫോൺ അത് എവിടെ കണ്ടില്ലേ ഫോണ്? അതെ, 10 മണിക്ക് കുറ്റിയടിക്കാൻ അവിടെ ഞാനും എഞ്ചിനീയറും കുറ്റിയടിക്കുന്ന ആളുമാണ് കാത്തിക്കുക. നിങ്ങൾ കുടുംബദൂരം എത്തിയില്ല. ആ അതെ. ഇറങ്ങി വേഗം പോയി കുറ്റിയടിക്കാൻ അല്ല അല്ല മൊയ്തു, അത് നമുക്ക് ഇതിനകത്ത് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ചേഞ്ചോ? ആ എത്രാമത്തെ ചേഞ്ചാണിത്? അത് ഇപ്പോഴുള്ള ആ പ്ലാൻ ഉണ്ടല്ലോ, അത് ശരിയാവില്ല. ആരാ പറഞ്ഞത്? ഞാൻ അതെ എന്റെ ഇത് ഞാൻ രാവിലെ 7 മണിക്ക് വിളിക്കണ വരെ ഒരു അഭിപ്രായ വ്യത്യാസമല്ലായിരുന്നു. ഞാൻ 8 മണിക്കാ വിളിച്ചത്. ഞാൻ നമ്മുടെ കണ്ണൻകുട്ടിച്ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അടുത്ത ആളുണ്ട്. അപ്പൊ മൂപ്പരൊന്ന് വിളിച്ചു ചോദിച്ചു. പുള്ളിക്കാണെങ്കിൽ ഈ വീടിന്റെ കാര്യങ്ങളോ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പൊ ഒരു അഭിപ്രായം കൂടി അറിയാലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറഞ്ഞത്? ഈ 2 നില വീട് ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണെന്ന് പറയുന്നത്. എന്ത് കുഴപ്പമോ? അല്ല, കുട്ടികളൊക്കെ വേറെ വഴിക്ക് പോയി കഴിഞ്ഞാല് പിന്നെ അത്രയും ഭാഗം അവിടെ വെറുതെ കിടക്കേണ്ടി വരും. അത് ആരും നോക്കില്ല. ഇവളാണെങ്കിൽ ആ ഏരിയയിലേക്ക് പോവില്ല. അപ്പൊ പിന്നെ അത് നഷ്ടല്ലേ. അപ്പൊ അതിലേക്ക് നല്ല നിങ്ങൾ താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതി. അതിനകത്തൊരു 4 റൂമുള്ള മുറികളുള്ള അങ്ങനത്തെ ഒരു വീട്. മന്മത, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ആ എഞ്ചിനീയറെ വിളിച്ച കുറ്റിയടിക്കുന്ന ആളെ വിളിച്ചിട്ട് 10 മണിക്ക് ഞാൻ ആ പറമ്പിൽ വന്ന് നിൽക്കുക, അറിയോ? എന്റെ മൊയ്തു, ഞാൻ ഇന്ന് വില്ലേജിലും വേറെ 1-2 അത്യാവശ്യ കാര്യങ്ങൾ അത് മുടക്കിട്ട് ഞാൻ ഇവിടെ വന്ന്. ഇനിയിപ്പോ എന്താ, ഞാൻ എന്താ വേണ്ട, ഞാൻ നിൽക്കണോ പോണോ? ഞാൻ എഞ്ചിനീയർ എന്ന് വിളിക്കട്ടെ, എന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കട്ടെ. നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം മതി. എന്താ പ്രശ്നം വെച്ചാൽ മൊയ്തോ, കുട്ടികൾ ഇപ്പൊ മൂത്ത ആളെ എന്തായാലും വിദേശത്താവും. ഇവനും പോവും. നീ പോയില്ലടാ? പോണ്ട്, അവൻ പോവും. അപ്പൊ അതാണ് നല്ലത്. എന്തായാലും ഞാൻ എഞ്ചിനീയറെ വിളിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വാടക വീട്ടിൽ നിൽക്കാൻ തന്നെ യോഗം, അല്ലാണ്ട് ഒരു വീട് വെച്ച് നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാറും എനിക്ക് തോന്നുന്നു. എന്തിനാ ഇപ്പൊ ഇത് മാറ്റി വെക്കണേ? പോയി കുറ്റി അടിക്ക്. 2 നില വേണ്ടെന്ന് പറഞ്ഞ പിന്നെന്തിനാണെന്ന് ഇപ്പൊ ഇത്രയും ആലോചിച്ചിട്ടല്ലേ അത് വരച്ചത്? ശരിയാവില്ലേ? നിങ്ങൾ കുടുംബകാര്യങ്ങൾ നിങ്ങൾ കൂടി തീരുമാനിച്ചോളി. ഇനി എപ്പോഴാ കുറ്റി അടിക്കണ ചപ്പന്നെ വിളിച്ചാൽ മതി. ഞാൻ ആദ്യം ആ എഞ്ചിനീയർ അയാളെ വിളിച്ചെന്ന് പറഞ്ഞേക്കാം. എന്തെങ്കിലും കൊടുക്കണല്ലോ. ഞാൻ വിളിച്ചോളാം. വിളിക്കണം, നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല. 3 പ്രാവശ്യം ഞാൻ വിളിച്ചാൽ നിങ്ങളെ മൊബൈൽ നോക്കി. മനുഷ്യനെ വേണ്ടാത്ത ഓരോ കാര്യങ്ങളിലേക്ക് വിട്ട് എന്തൊക്കെ പണി വെക്കട്ടെ. ഞാനിങ്ങനെ നടക്കണം. ഞാനും അല്ല എന്തറിയോ, ഇതിപ്പോ പണി പോയിട്ടൊന്നുമില്ല. പണി പോവില്ല. പിന്നെന്താ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെ ചെയ്തൂടെ? മെനക്കെടുത്തില്ല, വേറെ പണിയില്ല. മൊയ്തു, ഞാനും വരുന്നു. നിങ്ങൾ നിൽക്കുക. അല്ല നിക്ക്, നമുക്ക് അതൊന്ന് വരച്ചു നോക്കിയിട്ട് അതിന്റെ ഒരു പ്ലാനും കൂടി എന്താ അയാളിന്റെ അഭിപ്രായം കൂടി അറിയാലോ. അല്ലെ, നാളെ രാജേന്ദ്ര മൈതാനത്ത് ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ വരും. അവിടെ പോയി അവരുടെ കൂടെ അഭിപ്രായം ചോദിച്ചിട്ട് അളിയന് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്ത് രാജേന്ദ്ര മൈതാനം? എന്താ പോവാനാ? ഞാൻ ചോദിച്ചു ഒന്നുമില്ല. എന്ത് ഇവിടെ പോണ്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നടന്നു. എന്താ നിന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം, എനിക്ക് അവരെ പോലെ ഇറങ്ങി പോണമെന്നുണ്ട്. പക്ഷെ നിവർത്തിയില്ലല്ലോ. ചോദിക്കണ്ടല്ലോ അമ്മയുടെ എന്താ അഭിപ്രായം? നീ അവിടെ ഒന്ന് പറഞ്ഞ അഭിപ്രായം. പണിയൊന്നുമില്ലല്ലോ. എന്താണ് നിന്റെ അഭിപ്രായം? എനിക്കിപ്പോ എന്റെ അഭിപ്രായം, അച്ഛന്റെ അഭിപ്രായം തന്നെ എന്റെ അഭിപ്രായം. എന്തോ ചെയ്യും. അതന്നെ, ഒരാളെങ്കിലും കാര്യം മനസ്സിലാക്കുന്ന ആളെ കിട്ടി.